ഗവൺമെന്റ് ഐടിയുടെ ഒഫീഷ്യൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സനൂഫ്, മലമ്പുഴ ഗവൺമെന്റ് ഐടിയിൽ ഫിറ്റ് ട്രേഡിലെ ഗസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ടോപ്പിക് സെക്കൻഡ് ഇയറിലെ റിപ്പയറിംഗ് ടെക്നിക് എന്നുള്ള മോഡ്യൂളിൽ നിന്നും രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ ഇംഗ്ലീഷ് ടേംസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്, രണ്ടാമത്തേത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ ആസ് പെർ ഇൻഡസ്ട്രിയൽ നീഡ്സ്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ ഇംഗ്ലീഷ് ടേംസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. ഒബ്ജക്റ്റീവ്സ്: സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഫോർ എംപ്ലോയബിലിറ്റി സ്കിൽസ്. നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകൾക്ക് ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് നോക്കാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ഫോർ സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ സംസാരിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. Okay, English as a language is important for professional courses which enhances. അതായത് ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് നമ്മൾക്ക് എത്രത്തോളം നമ്മളുടെ ജോലിക്ക് അത് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം അത് എംപ്ലോയബിലിറ്റി സ്കിൽസ്, അതായത് നമ്മളെ ജോലിയിലേക്ക് തയ്യാറെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കഴിവുകളെ അത് കൂടുതൽ മെച്ചപ്പെടുത്തും. ഇംഗ്ലീഷിന്റെ അറിവ്. ഓക്കെ, trainees who possess the ability to understand, read, write and speak the language get better opportunity to get a job and retain into scale heights in their career, not only in the corporate but also in the public sector. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ട്രെയിനികൾക്ക്, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതിനേക്കാൾ ഉപരി ഏതൊരു ഭാഷയും അത് നന്നായിട്ട് മനസ്സിലാക്കാൻ, വായിക്കാൻ, എഴുതാൻ, സംസാരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ട്രെയിനീസിനായിരിക്കും കൂടുതൽ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ കിട്ടുക. ഇന്റർവ്യൂകളിലും അതായത് അഭിമുഖങ്ങളിലൊക്കെയും അവർക്ക് നന്നായിട്ട് അവരെ അവതരിപ്പിക്കാൻ കഴിയും. ഓക്കെ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് കൂടുതലായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനത്തെ ട്രെയിനീസിന് എങ്ങനെ അവരുടെ കരിയർ, അതായത് അവരുടെ ഭാവിയിൽ നല്ല ഉയരമുള്ള പൊസിഷൻസിലേക്ക് അവർക്ക് ഈ എളുപ്പത്തിൽ അവർക്ക് മുന്നോട്ട് അവരുടെ ഈ ഭാഷയുടെ പ്രാവീണ്യം കൊണ്ട് അവർക്ക് കൂടുതൽ നല്ല പൊസിഷൻസും പ്രൊമോഷൻസും കിട്ടുവാൻ അത് വളരെയധികം സഹായകരമാകും. ഇത് കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈവറ്റ് സെക്ടർ, അതായത് പ്രൈവറ്റ് കമ്പനീസിലും മാത്രമല്ല പബ്ലിക് സെക്ടറിലും കൂടെ ഇത് ഉപയോഗപ്പെടും. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കൂടെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ്. ഇനി സോഫ്റ്റ് സ്കിൽസ്. എന്താണ് സോഫ്റ്റ് സ്കിൽസ് നോക്കാം. അപ്പാർട്ട് ഫ്രം ദ ഹാർഡ് സ്കിൽസ്, ഓക്കെ, that is the ability to acquire technical skills. It has become very much necessary to master the art of soft skills equally in the undergraduate level, to develop the art of articulation in the world of competitive environment when the world has become very small with the access of internet and electronic media at our doorsteps. അതായത് നമുക്കറിയാം രണ്ട് സ്കിൽസ്, ഒന്ന് ഹാർഡ്, മറ്റൊന്ന് സോഫ്റ്റ്. ഓക്കെ, അതായത് ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് നമുക്കറിയാം. നമ്മുടെ ഫിറ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ലൈക്ക് ഇപ്പം നമ്മൾ ന്യൂമാറ്റിക്സ്, ഹൈഡ്രോളിക്സ്, അലോയ്സ്, ഗ്രെയിൻസ്, ഇത് ഈ കംപ്ലീറ്റ് കാര്യങ്ങളും അതൊക്കെയും തന്നെ നമ്മുടെ ഹാർഡ് സ്കിൽസ്, നമ്മുടെ ടെക്നിക്കൽ നോളേജ് ആണ്. ഇനി മറ്റൊരു ഭാഗം എന്നുള്ളത് സോഫ്റ്റ് സ്കിൽസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം അല്ലെ, പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു ജോലി സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒപ്പമുള്ള ആളുകളുമായിട്ട് അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരോട് കറക്റ്റായിട്ട് നമ്മൾ സംസാരിച്ചാൽ മാത്രമേ ആ വർക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾക്ക് വേണ്ടത് സോഫ്റ്റ് സ്കിൽസ് ആണ്. അതായത് നമുക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള, ഭാഷയെ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം വളരെ
അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, എന്തിനാണ്? കാരണം ഇന്നത്തെ ലോകത്തിൽ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം നമുക്ക് മൊത്തമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജസ്റ്റ് ഒരു വിരൽത്തുമ്പ് കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കൊണ്ട് ഏത് കാര്യമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ ഏതൊരു ചെറിയ അറിവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഈ നമ്മളുടെ ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇംഗ്ലീഷ് എന്നത് മാത്രമല്ല, ഏത് ഭാഷയാണെങ്കിലും തീർച്ചയായിട്ടും അത് നന്നായിട്ട് അറിയേണ്ട ആവശ്യം ആ സ്ഥലത്ത് ഏത് ഭാഷയാണോ, ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്, അങ്ങനെ ഒരു ഗുണം ഇംഗ്ലീഷിനുണ്ട്. ഓക്കെ, ഇനി ബീയിങ് ആർട്ടിക്കുലേറ്റ്, it would be easier to build interpersonal relationship for smooth flow of communication to ensure productivity. Okay, നാം പ്രൊഡക്ടിവിറ്റി പറയുമ്പോൾ എന്താണ്? കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക. അതായത് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സുഗമമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, മറ്റുള്ളവരുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഹയർ മാനേജേഴ്സ് എൻജിനീയേഴ്സ് ആയിട്ടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് പരസ്പരം നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവിടെ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ, അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ നല്ല നല്ല നമ്മുടെ ഹയർ നമ്മുടെ മാനേജേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം അവരിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ദ ഓപ്പൺനെസ് ഓഫ് ദ എൻവയൺമെൻറ്റ് വുഡ് എൻഷുർ ദ കോൺഫിഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിനോടുള്ള തുറന്ന് ഉള്ള ഒരു നമ്മളുടെ അപ്രോച്ച് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. എന്തിനാണ്? ഇപ്പം നമുക്കൊരു കാര്യത്തിനോടുള്ള നമ്മൾ ഒരിക്കലും മുൻകരുതലുകളോട് കൂടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ മുൻകൂട്ടി നമ്മൾ ധരിക്കരുത് എന്നുള്ളതാണ്. അത് അങ്ങനത്തെ ധാരണകൾ ഇല്ലാതെ നമ്മൾ തുറന്ന രീതിയിലായിരിക്കണം ആ കാര്യങ്ങൾ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പം മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. Openness of the ambience would lead to smart work which steer one to be multitasking. മൾട്ടിടാസ്കിങ് പറഞ്ഞാൽ ഒരേ സമയത്ത് 2-3 കാര്യങ്ങൾ ചെയ്യുക, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഒരിക്കലും നമുക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും നല്ലതാണ്, പക്ഷെ അതിനേക്കാളും നല്ലത് സ്മാർട്ട് വർക്ക് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ അതായത് ഒരു കാര്യത്തിന് എളുപ്പമായിട്ട് ചെയ്യാൻ, ഇപ്പോൾ ഇൻ്റർനെറ്റ് കൊണ്ടൊക്കെ എളുപ്പമായിട്ട് ഒരു കാര്യത്തിന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് എളുപ്പമാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എളുപ്പമായി ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സമയം 2-3 കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് ആണെന്ന് പറയാം. ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ് ഗെയിൻഡ് പോപ്പുലാരിറ്റി നോട്ട് അണ്ടിൽ 14th century. അതായത് 14ാം നൂറ്റാണ്ട് വരെ ഇംഗ്ലീഷ് എന്നുള്ളത് അത്ര പോപ്പുലർ ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് അത്ര പ്രചാരണത്തിലുള്ള ഒരു ഭാഷയായിരുന്നില്ല. അപ്പോൾ ടുഡേ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് സർവൈവൽ ആൻഡ് സസ്റ്റനൻസ് എന്നുള്ളത്. അതായത് ഇന്ന് ഈ ഭാഷ, ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ ഒരു നമുക്ക് ഒരു ഏതൊരു ലോകത്തിൻ്റെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഇംഗ്ലീഷ് ഭാഷ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കഴിയുന്നു. ഇനി ഡോമിനൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ എവറി പാർട്ട് ഓഫ് ദ വേൾഡ് ഡ്യൂറിങ് ദ 19th and early 20th century by setting up colonies due to industrial revolution made the language richer and richest എന്നുള്ളത്. അതായത് ഈ ബ്രിട്ടീഷുകാർ അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെന്നെത്തി എന്നുള്ളതാണ്. ഈ 19ാമത്തെ സെഞ്ചുറിയിലും അതുപോലെ തന്നെ ആദ്യത്തെ 20ാം നൂറ്റാണ്ടിലും അവർ അവിടെ പോയിട്ട് കോളനീസ് നിർമ്മിച്ചിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ
കാരണം അവരങ്ങനെ പോയിരുന്നു. അത് കാരണം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടുതലായിട്ട് എല്ലാ ഭാഗങ്ങളിലും അത് പ്രചാരണത്തിൽ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഭാഷ വളരെയധികം വളർന്നു വന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റേഷൻ ആസ് പെർ ഇൻഡസ്ട്രിയൽ നീഡ്സ്. വിവിധ തരം ഡോക്യുമെന്റേഷൻ, ഓക്കെ, ഇൻഡസ്ട്രീസിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റേഷനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഒബ്ജക്റ്റീവ്സ്. At the end of this lesson, you shall be able to state the purpose of documentation. എന്തിനാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്? List the different types of documentation. വിവിധ തരം ഡോക്യുമെന്റേഷന്റെ ലിസ്റ്റ്. Explain the documents format, batch processing, BOM അതായത് bill of materials, cycle time, productivity report, manufacturing inspection report. ഇതൊക്കെ എന്താണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. Documentation. എന്താണ് documentation? Documentation and records are used throughout the manufacturing process as well as supporting processes. Quality control must meet the basic requirements. അതായത് ഈ ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ, അതുപോലെ സപ്പോർട്ടിംഗ് പ്രോസസ്സ് പറഞ്ഞാൽ എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സ് ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ നിർമ്മിക്കുന്നു. ഓക്കെ, അതിന് നിർമ്മിക്കുന്ന ഒരു സ്റ്റെപ്സ്, അതിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പം നമ്മൾ ഒരു 1000 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്യും? എല്ലാ പ്രോഡക്ട്സും നമ്മൾ ചെക്ക് ചെയ്യില്ല. അതിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കും. ഇപ്പോൾ 1000 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഒരു 10 അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും, റാൻഡമായിട്ട് തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും. അങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, നമ്മളെ പ്രോഡക്ട്സിലൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ക്വാളിറ്റി ചെക്ക്ഡ് പറഞ്ഞിട്ടൊരു ടിക്ക് മാർക്ക് കാണും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും തന്നെ, അതായത് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയാലും ശരി, ക്വാളിറ്റി പ്രോസസ്സ് ആയാലും ശരി, എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, എഴുതി വെക്കും, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ്സ് എന്ന് പറയാം. ഇനി ഡോക്യുമെന്റേഷൻ ഈസ് എ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, അല്ലെ, ഡോക്യുമെന്റ്സ് പ്രൊവൈഡഡ് ഓൺ പേപ്പർ ഓർ ഓൺലൈൻ ഓർ ഓൺ ഡിജിറ്റൽ ഓർ അനലോഗ് മീഡിയ സച്ച് ആസ് ഓഡിയോ, ടേപ്പ് ഓർ CDs. അതായത് നമ്മളൊരു ഓഡിയോ ആയിട്ട് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മളൊരു CD-യിൽ വീഡിയോസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഈ മാനുഫാക്ചറിങ് പ്രോസസ്സുകളെയും അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോസസ്സുകളെല്ലാം മൊത്തമായിട്ട് നമ്മൾ ശേഖരിച്ച് വെക്കുന്ന ഒരു ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ യൂസർ ഗൈഡ്സ്, വൈറ്റ് പേപ്പേഴ്സ്, ഓൺലൈൻ ഹെൽപ്പ്, ക്വിക്ക് റെഫറൻസ് ഗൈഡ്സ്. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിനൊപ്പം നമുക്കൊരു ചെറിയൊരു പേപ്പർ കിട്ടും. അതിൽ യൂസർ ഗൈഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു 2 ലാംഗ്വേജിൽ, 2 ഭാഷകളിലായിട്ട് അത് എഴുതിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഡോക്യുമെന്റേഷൻ തന്നെയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു സൈറ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ ഹെൽപ്പ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും ഒരു കൈൻഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. അങ്ങനെ നമുക്ക് ക്വിക്ക് റെഫറൻസ് ഗൈഡ്സ് ഉണ്ട്, വൈറ്റ് പേപ്പേഴ്സിൽ, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഡോക്യുമെന്റേഷൻ അവൈലബിൾ ആണ് എന്ന് പറയാം. The stages of recording the documents is to. അപ്പോൾ ഡോക്യുമെന്റ്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് ഡോക്യുമെന്റ്സ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അത് നോക്കാം. കുറച്ച് 5 സ്റ്റെപ്സ് ആണുള്ളത്. പ്രിപ്പയർ, റിവ്യൂ, അപ്ഡേറ്റ് ആൻഡ് അപ്രൂവ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിവ്യൂ പറയുക. അപ്പോൾ അത് മൊത്തമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് പറയുമ്പോൾ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്രൂവ് ദ ഡോക്യുമെന്റ്സ്. അപ്പോൾ ഡോക്യുമെന്റ്സിനെ നമ്മൾ ഹയർ അതോറിറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് അവർ സീലോ സൈനോ ഒക്കെ വെച്ചിട്ട് അപ്രൂവ്ഡ് പറഞ്ഞിട്ട് തരും. ഐഡന്റിഫൈ ചേഞ്ചസ് ആൻഡ് കറണ്ട് റിവിഷൻ സ്റ്റാറ്റസ് ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് മാറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അതുപോലെ ഇപ്പോഴത്തെ ആ ഡോക്യുമെന്റ്സിന്റെ സ്റ്റേറ്റസ്
മനസ്സിലാക്കുക. ഇപ്പോൾ ഇതുവരെ എന്തൊക്കെ ആ ഡോക്യുമെന്റ്സിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. യൂസ് ഓഫ് അപ്ലിക്കബിൾ ഡോക്യുമെന്റ്സ് അവൈലബിൾ അറ്റ് പോയിന്റ്സ് ഓഫ് യൂസ് വിത്ത് ദ കൺട്രോൾ ഡോക്യുമെന്റ്സ് ഓഫ് എക്സ്റ്റേണൽ ഒറിജിൻ. അതായത് ഇപ്പം നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വേറെ ഡോക്യുമെന്റ്സ് നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പം അതിനെ നമ്മൾ കൺട്രോൾ ഡോക്യുമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് റിലവൻറ്റ് വേർഷൻസ് ടു ബി ഐഡന്റിഫയബിൾ ആൻഡ് റിമെയിൻ ലെജിബിൾ. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ ഇപ്പോൾ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം അത് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ കാണുന്ന രീതിയിൽ, അതാണ് ലിജിബിൾ എന്ന് പറയുമ്പോൾ, അത് നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി പ്രിവെന്റ് അൺഇൻറ്റൻഡഡ് യൂസ് ഓഫ് ഒബ്സൊലീറ്റ് ഡോക്യുമെന്റ്സ് ആൻഡ് ആർച്ചീവിംഗ്. അതായത് ഇപ്പോൾ ഒബ്സൊലീറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇനി ഉപയോഗശൂന്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഇപ്പം നമുക്കത് ആ ഡോക്യുമെന്റ്സ് ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒന്നും ഒരിക്കലും നമ്മൾ എന്താണ് പ്രോഡക്ട്സിന് വേണ്ടിയിട്ടോ മറ്റു എന്ത് ആവശ്യത്തിനാണെങ്കിൽ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ആർച്ചീവിംഗ് പറഞ്ഞാൽ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് എടുത്തു വെക്കരുത് അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കരുത്. The different types of documentation as per industrial needs includes. അതായത് ഇനി നമുക്ക് വിവിധ തരം ഡോക്യുമെന്റേഷൻ, ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള വിവിധ തരം ഡോക്യുമെന്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാം ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, ആദ്യത്തേത് പ്രോസസ്സിംഗ് ചാർട്ട്സ്, പിന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ് ബോം, പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം ഫോർമാറ്റ്, productivity reports, manufacturing stage inspection report, job cards format, work activity log, batch production record format, estimation of work, maintenance log format. Okay, പ്രോസസ്സിംഗ് ചാർട്ട്സ് ആദ്യത്തേത്. അതായത് നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊരു ചാർട്ടിൽ അത് എഴുതി വയ്ക്കാം. അതിനെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ചാർട്ട് പറയുന്നത്. ബിൽ ഓഫ് മെറ്റീരിയൽസ്, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെയും എഴുതിയിട്ട് അതിൻ്റെ കോസ്റ്റുകളൊക്കെ എഴുതി നമ്മൾ തയ്യാറാക്കുമ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ഒരു ഡോക്യുമെൻ്റ് നമുക്ക് കിട്ടും. ഇനി പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം ഫോർമാറ്റ്, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഒരു മെഷീനിലാണ് അത് പ്രൊഡ്യൂസ് എടുക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ടൈം എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ടൈമാണ് ഓരോ മെഷീനുകളിലും ആ പ്രോഡക്റ്റ് ഇപ്പോൾ വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഡോക്യുമെന്റ്, അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട്സ്, അപ്പോൾ ഓരോ പീരീഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അങ്ങനെ ഒരു നമ്മുടെ ഓരോ പീരീഡ്സിലും എത്ര നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ ഓരോ വർഷവും നമുക്ക് എത്ര പ്രോഡക്ട്സ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ പ്രൊഡക്ടിവിറ്റീനെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഈ റിപ്പോർട്ട്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാനുഫാക്ചറിങ് സ്റ്റേജ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, അതായത് ഇപ്പോൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ ഈ നിർമ്മിക്കുന്ന സമയത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം. അതാണ് ഇത്. ഇനി അടുത്ത ജോബ് കാർഡ്സ് ഫോർമാറ്റ്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് ഓരോ ജോബ്സ്, അതായത് ഇപ്പോൾ ഡ്രില്ലിങ്, അതുപോലെ ഷേപ്പിംഗ്, പിന്നെ മെഷീനിങ്, അങ്ങനെ ഓരോരോ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ജോബ്സും അതിന് ഒരു കാർഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഡോക്യുമെൻ്റ് ആണ്. പിന്നെ വർക്ക് ആക്ടിവിറ്റി ലോഗ്, നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡോക്യുമെൻ്റ് പോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസം അതിന് നമ്മൾ വർക്ക് ആക്ടിവിറ്റി ലോഗ് പറയാം. ഇനി ബാച്ച് പ്രൊഡക്ഷൻ റെക്കോർഡ് ഫോർമാറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ കുറേ പാർട്സ് ഒരുമിച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നിർമ്മിക്കാൻ കഴിയുമെന്നാണെങ്കിൽ ബാച്ച് ആയിട്ട് തിരിക്കാം. 10 പ്രോഡക്ട്സ് ഒരു ബാച്ച്, അടുത്ത 10 പ്രോഡക്ട്സ് വേറൊരു ബാച്ച്, അങ്ങനെ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഈ എസ്റ്റിമേഷൻ ഓഫ് വർക്ക്,
എത്ര വർക്ക് ഇതിനു വേണ്ടി ചെയ്യണം, എത്ര മണിക്കൂർ നമ്മൾ ഈ പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം, ഓരോ മെഷീനുകളും അല്ലെങ്കിൽ ഓരോ ലാബറേഴ്സും എത്ര വർക്ക് ഇതിന് വേണ്ടിയിട്ട് ചെലവാക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഡോക്യുമെന്റ്. ഇനി മെയിൻ്റനൻസ് ലോഗ് ഫോർമാറ്റ്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീനറീസ് ഉണ്ടാവും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മാസം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മാസം അതേ ടൈം ആകുന്ന സമയത്തിൽ നമ്മൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഗ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ഓക്കെ, ആദ്യത്തേത് നോക്കാം. എന്താണ് പ്രോസസ് ചാർട്ട്? A process chart is a graphical representation of the activities performed during manufacturing or servicing jobs. അതായത് ഇപ്പം നമ്മളൊരു പാർട്ടിനെ നിർമ്മിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന് റിപ്പയർ സർവീസ് ഒക്കെ ചെയ്യുകയാണെങ്കിലോ അത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എടുക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെ നമ്മൾ ഒരു ഗ്രാഫ് പോലെ നമ്മൾക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും ഒരു ചാർട്ടിൽ. അതിനെയാണ് നമ്മൾ ഈ പ്രോസസ് ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് വർക്ക് ഫ്ലോ എന്ന് പറയും, കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ പ്രോസസ് ഫ്രം റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ വേണമെങ്കിൽ ആ മൊബൈലിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? അതിൻ്റെ സ്ക്രീന്, അതിൻ്റെ ബാക്ക് ബോഡി, റൈറ്റ്, അതിന് ഉള്ളിലുള്ള ബാറ്ററി, അതുപോലെ ക്യാമറ, അതുപോലെ IC സർക്യൂട്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും അല്ലെ. അപ്പോൾ അതൊക്കെ റോ മെറ്റീരിയൽസ് ആണ്. ആ റോ മെറ്റീരിയൽസ് ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മൊബൈലായിട്ട് മാറുക. അപ്പോൾ ഇതൊക്കെ ആദ്യം എന്താണ് വെക്കേണ്ടത്, എന്നിട്ട് അതിനടുത്ത സെക്കൻഡ് നമ്മൾ എന്താ വെക്കേണ്ടത്, തേർഡ് എന്താ വെക്കേണ്ടത്, അങ്ങനെ ഓരോ സീക്വൻസ് സ്റ്റെപ്സ് ആയിട്ട് വരുന്ന ആ ഓരോ ഓപ്പറേഷൻസും നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. അതിന് നമ്മൾ വർക്ക് ഫ്ലോ എന്ന് പറയും. ആ കാര്യങ്ങളൊക്കെയും ഒരു ഗ്രാഫ് പോലെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ചാർട്ട്, റൈറ്റ്. ഇനി പ്രോസസ് ചാർട്ട്സ് ആർ യൂസ്ഡ് ഫോർ എക്സാമിനിങ് ദ പ്രോസസ് ഇൻ ഡീറ്റെയിൽ ടു ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് പോസിബിൾ ഇംപ്രൂവ്മെന്റ്സ്. ഓക്കെ, ഈ പ്രോസസ് ചാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പ്രോസസ്സിനെ, അതായത് ഇപ്പം മാനുഫാക്ചറിങ് ചെയ്യാണ്, അപ്പോൾ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഇത്ര മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് സമയം കുറയ്ക്കാൻ കഴിയും എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ സമയം ലാഭിക്കാം. ഇതിനൊക്കെയും പ്രോസസ് ചാർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ചാർട്ട്സ് ആർ 5 ഉണ്ട്. ഓപ്പറേഷൻ പ്രോസസ് ചാർട്ട്, ഫ്ലോ പ്രോസസ് ചാർട്ട്, മാൻ ഓർ മെറ്റീരിയൽ ഓർ എക്യുപ്മെന്റ് ടൈപ്പ്, ഓപ്പറേറ്റഡ് ചാർട്ട്, also called two-handed process chart, multiple activity chart, SIMO chart. ഇങ്ങനെ 5 ടൈപ്പാണ് പ്രോസസ് ചാർട്ട് ഉള്ളത്. ഓക്കെ, the following symbol set derived from Gilbreth's original work as the standard for process charts. അതായത് ഈ ഗിൽബ്രെത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ പ്രോസസ് ചാർട്ടിന്റെ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് കണ്ടുപിടിച്ചത്. ആ സിമ്പിൾസിനെ പറ്റിയിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം അല്ലേ. ആദ്യം സിമ്പിൾ, ലെറ്റർ, ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഉദാഹരണങ്ങൾ. ഇപ്പോൾ റൗണ്ട് സർക്കിൾ ആയിട്ടുള്ളൊരു O ആയിട്ടുള്ള സിമ്പിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഓപ്പറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് സോ കട്ട്, അതായത് നമ്മൾ മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന സോ ബ്ലേഡ് ഉണ്ടല്ലോ അത്, പെയിന്റ്, പിന്നെ സോൾഡർ പാക്കേജ്, ഇതിനൊക്കെ നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിക്കും. ഇനി അടുത്തത് ആരോ മാർക്കാണ്. അതിനെ M എന്നുള്ള ലെറ്റർ കൊണ്ടും ചിലപ്പോൾ എഴുതാറുണ്ട്. അതിൻ്റെ അർത്ഥം ട്രാൻസ്പോർട്ട് എന്നുള്ളതാണ്. ഈ ആരോ മാർക്കിൻ്റെ അർത്ഥം ട്രാൻസ്പോർട്ടാണ്. കൺവെയറിൽ, ഫോർക്ക് ലിഫ്റ്റിൽ, OTR ട്രക്കിൽ ഒക്കെയും ഈ സിമ്പിൾ ഉപയോഗിക്കും. ഇനി ഒരു സ്ക്വയർ സിമ്പിൾ നോക്കാം. അതിനെ നമ്മൾ ലെറ്റർ ആയിട്ട് എഴുതുകയാണെങ്കിൽ I എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ്. അതിനെ വിഷ്വൽ ഓർ ഡയമെൻഷൻ, നമ്മൾ കണ്ടിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ ഇൻസ്പെക്ട് ചെയ്യാൻ കഴിയും. ജസ്റ്റ് കണ്ടിട്ട് അതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
അല്ലെങ്കിൽ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ കഴിയും. വെർനിയർ കാലിപ്പറോ സ്ക്രൂ ഗേജോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയമെൻഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഡി എന്ന് പറയുമ്പോൾ ലെറ്റർ ഡിലേ ആണ് ഉദ്ദേശിക്കുന്നത്. WIP അതായത് വർക്ക് ഇൻ പ്രോസസ്. വർക്ക് ഇൻ പ്രോസസ് പറയുമ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പം റോ മെറ്റീരിയൽസ് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഓരോ പ്രോസസ്സിന് ശേഷവും ആ പ്രോഡക്റ്റിനെ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഓരോ പ്രോസസ്സിന് ശേഷം കിട്ടുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് മുമ്പ് കിട്ടുന്ന ആ മെറ്റീരിയലിനെ നമുക്ക് എന്ത് പറയാം, വർക്കിംഗ് പ്രോസസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഹോൾഡ്, ക്യൂവിൽ നിൽക്കുന്ന, വെയിറ്റിംഗിൽ നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഡിലേ എന്നുള്ള സിമ്പൽ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളിനെ തിരിച്ച് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എസ് എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കാം. അതിൻ്റെ അർത്ഥം സ്റ്റോറേജ് എന്നുള്ളതാണ്, അതായത് ശേഖരണം എന്നുള്ളത്. ഓക്കെ, അത് വെയർ ഹൗസിൽ അല്ലെങ്കിൽ ട്രാക്ക്ഡ് സ്റ്റോറേജ് ലൊക്കേഷൻ, വെയർ ഹൗസിലൊക്കെ ലൊക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിമ്പൽ ഉപയോഗിക്കുന്നതാണ്. The application of symbols on a flow process chart is shown in the figure. Okay, അപ്പോൾ നമുക്ക് ഈ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലോ പ്രോസസ് ചാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ഫ്ലോ പ്രോസസ് ചാർട്ട്. അപ്പോൾ ഇതിൽ കുറേ സിമ്പിൾസ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ഒരു ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്, ലെസ് ദാൻ സിമ്പിൾ, ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു സ്ക്വയർ, പിന്നെ ഡി, പിന്നെ എ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സ്ക്വയറും ഡിയും മുമ്പ് പഠിച്ചിരുന്നു, ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ, ഡി പറയുമ്പോൾ ഡിലേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഫില്ലിംഗ്, ഫിനിഷിങ്, അത് ഇപ്പോൾ ഡിലേ ആണെങ്കിൽ ഡിലേയിൽ ടിക്ക് ചെയ്യുക. അതേപോലെ സ്റ്റോർസ്, അതായത് ഫിനിഷ്ഡ് ജോബ് വന്നിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ ചെയ്യണമെങ്കിൽ ആ സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ നോക്കാം, ബാച്ച് റെക്കോർഡ് ഫോംസ്. The documents used and prepared by the manufacturing department provide step-by-step instructions for production-related tasks and activities, besides including areas on the batch record itself for documenting such tasks. Okay, അപ്പോൾ അതായത് ഡോക്യുമെന്റ്സ് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാവും. അതിൽ ബാച്ച് ആയിട്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് പാർട്സ് ഒരുമിച്ചിട്ട് ഒരു പ്രോസസ്സിലേക്ക് കൊടുക്കുക, എന്നിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ബാച്ച് അടുത്ത പ്രോസസ്സിൽ വയ്ക്കുക. അപ്പോൾ അതേസമയം ആദ്യത്തെ പ്രോസസ്സിലേക്ക് രണ്ടാമത്തെ ബാച്ചിനെ നമുക്ക് വയ്ക്കാൻ കഴിയും. അങ്ങനെ എല്ലാ പ്രോസസ്സുകളും ഒരു സമയത്ത് എല്ലാ പ്രോസസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഓരോ ബാച്ചുകളായിരിക്കും ഓരോ പ്രോസസ്സുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇനി batch production record is prepared for each batch should include information on the production and control of each batch. അതായത് നമ്മൾ ഒരു ബാച്ചിലെ പ്രൊഡക്ഷനും കൺട്രോളും അതിൻ്റെ മൊത്തം ഇൻഫർമേഷനും ബാച്ച് പ്രൊഡക്ഷൻ റെക്കോർഡിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഓരോ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും ആയിരിക്കും ഇതിലുണ്ടാവുക. ദ ബാച്ച് പ്രൊഡക്ഷൻ റെക്കോർഡ് ഷുഡ് കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് രീതിയിലായിരിക്കും നമ്മൾ ഈ റെക്കോർഡ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഇതിൽ എൻറ്റർ ചെയ്യണം. ദീസ് റെക്കോർഡ്സ് ഷുഡ് ബി നമ്പേർഡ് വിത്ത് എ യുണീക്ക് ബാച്ച് ഓർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റഡ് ആൻഡ് സൈൻഡ് വെൻ ഇഷ്യൂഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റെക്കോർഡ്സ് എന്ത് ചെയ്യണം, നമ്പർ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ യുണീക്ക്, ഓരോ ബാച്ചിനും ഓരോ യുണീക്ക് നമ്പേഴ്സോ കോഡോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ബാച്ച് റെക്കോർഡ്സിൽ ഉണ്ടാവണം. പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ നമ്പേഴ്സ് വെച്ചിട്ട് അത് ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ ഡേറ്റും സൈനും എല്ലാം അതിൽ ചെയ്തിരിക്കണം, എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. The batch number should be immediately recorded in data processing system. The record should include date of allocation, product identity, size of batch. അപ്പോൾ ബാച്ച് നമ്പർ എന്നുള്ളത് ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം, ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആണെങ്കിൽ അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ ബാച്ച് നമ്പർ കംപ്ലീറ്റ് അതിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെ
റെക്കോർഡിൽ എപ്പോഴാണ് നമ്മൾ ഈ ബാച്ചിനെ അലൊക്കേറ്റ് ചെയ്യുക, എപ്പോഴാണ് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡേറ്റ് അതിലുണ്ടാവണം. എന്ത് പ്രൊഡക്റ്റാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്, അതുപോലെ ഒരു ബാച്ചിൽ എത്ര പ്രോഡക്ട്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ സൈസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. Documentation of completion of each significant step in the batch production records. Batch production and control records should include, അതായത് ബാച്ച് പ്രൊഡക്ഷൻ റെക്കോർഡിൽ ഓരോ പ്രധാനപ്പെട്ട സ്റ്റെപ്പും പൂർത്തിയാക്കുന്നതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ ബാച്ച് പ്രൊഡക്ഷൻ എന്നും പറയും, അല്ലെങ്കിൽ കൺട്രോൾ റെക്കോർഡ്സ് എന്നും പറയും. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ ചെയ്യണം, അതേസമയം ആ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനിപ്പോൾ റോ മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ പ്രോസസ് മെഷീനറീസ് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ഡേറ്റ്സ് ആൻഡ് ദെൻ അപ്രോപ്രിയേറ്റ് ടൈം. അപ്പോൾ ഡേറ്റും ടൈമും ഇതിലുണ്ടാവണം. എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. Major equipment used machinery and specific batch numbers of raw materials, reprocessed materials used during manufacturing സമയത്ത് നമ്മൾ raw materials ഉപയോഗിക്കും. അതേപോലെ ഒരു മെറ്റീരിയലിനെ ഒന്നിൽ കൂടുതൽ തവണ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതേപോലെ മെഷീനറിയിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും ഈ ബാച്ച് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ റെക്കോർഡ്സിൽ നമ്മൾ വെക്കുന്നതാണ്. ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റേഴ്സ് റെക്കോർഡ്സ്. അപ്പോൾ പ്രോസസ് പാരാമീറ്റേഴ്സ് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പീഡ് ഒരു പ്രോസസ് പാരാമീറ്ററാണ്, ടെമ്പറേച്ചർ ഒരു പ്രോസസ് പാരാമീറ്ററാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒക്കെയും നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കും. ട്രയൽ പ്രോഡക്റ്റ് ഓർ സാമ്പിൾ ഇഫ് റിക്വയർഡ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഈ പ്രോഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ എടുക്കണം, ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സിഗ്നേച്ചേഴ്സ് ഓഫ് സ്റ്റാഫ് ഫോർ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. ഓരോ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സ്റ്റാഫുകളുടെ സിഗ്നേച്ചേഴ്സ് നമ്മൾ കളക്ട് ചെയ്യണം. ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് ലൈൻ ഇൻസ്പെക്ഷൻ നോട്ട്സ്. ലാബിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ വേണം. അതുപോലെ ഇൻസ്പെക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് വേണം. അച്ചീവ്ഡ് പ്രൊഡക്ഷൻ എഗെയിൻസ്റ്റ് ടാർഗറ്റ്. നമ്മളൊരു ടാർഗറ്റ് വയ്ക്കും. ഇപ്പോൾ ഒരു മാസത്തിൽ നമുക്ക് ഇത്ര പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തു. ഇപ്പോൾ 200 എണ്ണം വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 80 മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി പാക്കേജിങ് ആൻഡ് ലാബൽ ഡീറ്റെയിൽസ്. പാക്കേജിങ്ങും ലാബൽസും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ റെക്കോർഡ് ചെയ്യണം. ബാച്ച് പ്രോസസ്സിംഗ് റെക്കോർഡിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ബാച്ച് പ്രോസസ്സിംഗ് റെക്കോർഡിൽ ഇപ്പോൾ നമുക്കിതിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ് ഉണ്ട്, ബാച്ച് നമ്പർ, ബാച്ച് ക്വാണ്ടിറ്റി, ബാച്ച് റെക്കോർഡ് നമ്പർ, പർച്ചേസ് ഓർഡർ നമ്പർ, നെയിം ഓഫ് ദ പാർട്ട് നമ്പർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഇത് നമ്മൾക്ക് പ്രധാനമായിട്ടും ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ രീതിയിലായിരിക്കും, പക്ഷെ പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് ഒരു ഫോർമാറ്റ്. The format one used in documentation of batch processing record has the description of the job necessarily mentioned with part number and name of the part. അപ്പോൾ ഈ ഫോർമാറ്റ് 1ൽ ബാച്ച് പ്രോസസ്സിംഗ് റെക്കോർഡിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഫോർമാറ്റ് 1ൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, പാർട്ട് നമ്പറും നെയിം ഓഫ് ദ പാർട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതെന്തായാലും ഉണ്ടാവണം. എ പ്രീ ഡിറ്റർമിൻഡ് ബാച്ച് ക്വാണ്ടിറ്റി വിത്ത് ബാച്ച് നമ്പർ അലോട്ടഡ് ആൻഡ് ഐഡൻറ്റിഫൈഡ് വിത്ത് ബാച്ച് റെക്കോർഡ് നമ്പർ ഫോർ ഡോക്യുമെൻറ്റേഷൻ. ഒരു ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ക്വാണ്ടിറ്റിയുടെ നമ്പർ അതിന് അലോട്ട് ചെയ്യണം. അതുപോലെ അത് ആ നമ്പർ നമ്മൾ റെക്കോർഡിങ് ചെയ്യണം എന്നുള്ളതാണ്. ദ പ്രോഡക്റ്റ് റെഫറൻസ് ഇസ് മെയ്ഡ് വിത്ത് പർച്ചേസ് ഓർഡർ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, പ്രോഡക്റ്റ് റെഫറൻസ് എന്നുള്ളത് പർച്ചേസ് ഓർഡർ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അതിന് പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് റെഫറൻസ് നമ്പർ എന്നുള്ളത് നമ്മൾ അതിന് ചിലപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും, അപ്പോൾ അതിനൊരു പർച്ചേസ് ഓർഡർ നമ്പർ ഉണ്ടാവും. ഇനി ദ പ്രോഡക്റ്റ് റെഫറൻസ് ഇസ് മെയ്ഡ് വിത്ത് പർച്ചേസ് ഓർഡർ നമ്പർ. The production process is descriptively written about the sequence of operation to be carried out on the product. അതായത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ്റെ സീക്വൻസ് ഉണ്ടാവും. ആദ്യം ഒരു ഓപ്പറേഷൻ, അതിനുശേഷം അടുത്ത ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ സീക്വൻസ് കറക്റ്റ് സ്റ്റെപ്സിൻ്റെ
ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നമ്മൾ ഇതിലുണ്ടാവും. അതേപോലെ the batch processing record is signed with the date mentioning name of the person responsible and their designation എന്നാണ്. അപ്പോൾ ഈ ബാച്ച് റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, ഈ പേരും അതായത് ഈ ബാച്ചിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുടെ പേരും അയാളുടെ ഡെസിഗ്നേഷൻ, അതായത് അയാൾ എന്താണ്, ഏത് ട്രേഡാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചും ഡേറ്റും സിഗ്നേച്ചറും ഒക്കെയും ഉണ്ടാവും. ദ മാനുഫാക്ചറർ ഓർഗനൈസേഷൻ നെയിം, പീരീഡ് ഓഫ് മാനുഫാക്ചർ, പ്രിഫറബിളി ദ ഇയർ വിത്ത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് എൻഡ് ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് നമ്പർ ഓഫ് പേജസ് ഓഫ് ഡോക്യുമെന്റ്സ് ഇൻ അക്കോർഡിംഗ് ടു ബാച്ച് ക്വാണ്ടിറ്റി പ്രോസസ്ഡ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഓഫ് ഡോക്യുമെന്റ് ഇൻക്ലൂസീവ് ഓഫ് ഇൻസർട്ടഡ് പേജസ് ആൻഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഈസ് പ്രൊവൈഡഡ് വിത്ത്. അതായത് ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ബാച്ച് പ്രോസസ്സിംഗ് റെക്കോർഡിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ മനസ്സിലാവും, ഈ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി the remarks if any on the process should also be mentioned then and there എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ ആ ഫോർമാറ്റ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാവും. ഇനി അടുത്ത ഡോക്യുമെന്റേഷനെ കുറിച്ച് നോക്കാം. ബിൽ ഓഫ് മെറ്റീരിയൽസ്, ബോം എന്ന് പറയും. അതിന്റെ ഫോർമാറ്റിനെ കുറിച്ച് നോക്കാം. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഉള്ള ഒരു ഫോർമാറ്റ് ആണ്. ജസ്റ്റ് ഫസ്റ്റ് ഉള്ളത് സീരിയൽ നമ്പർ, ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, റെഫറൻസ്, ഡ്രോയിങ് നമ്പർ, മെറ്റീരിയൽ ആസ് പെർ സ്റ്റാൻഡേർഡ്, റിമാർക്ക്. ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ റോ മെറ്റീരിയൽസ് വേണം. അതിനൊക്കെ നമ്മൾ ഐറ്റം നമ്പർ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക്കേഷൻ, ഇപ്പോൾ എത്ര ഡയമീറ്റർ വേണം, എത്ര ലെങ്ത് വേണം, അങ്ങനെ അതിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ച് എഴുതാം. ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം എന്നുള്ളതിനെ കുറിച്ച് എഴുതാം. റെഫറൻസ് ഡ്രോയിങ് നമ്പർ, അപ്പോൾ അതിനൊരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്ങിന് നമ്പർ ഉണ്ടാവും, ഡ്രോയിങ് ചാർട്ടിൻ്റെ നമ്പർ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. മെറ്റീരിയൽ ആസ് പെർ സ്റ്റാൻഡേർഡ്, അപ്പോൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്, മൈൽഡ് സ്റ്റീലാണോ അലുമിനിയം ആണോ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. റിമാർക്ക്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കൊടുക്കാം. ഇങ്ങനെ മൊത്തമായിട്ട് ഒരു പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. The list of parts involved in manufacturing of an assembly hierarchically is given in this format. അതായത് ഹൈറാർക്കിക്കലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഓർഡർ വെക്കാം. അതായത് ഇപ്പോൾ ആദ്യം കൂടുതൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ അതിൻ്റെ ആവശ്യത്തിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് അത് മുകളിൽ നിന്നും താഴേക്ക് എഴുതി വരാം. ഓക്കെ, അതിനാണ് ഹൈറാർക്കിക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ ലിസ്റ്റ് ഓഫ് പാർട്സ് നമുക്ക് അതിൽ എഴുതാം. ദ ഫോർമാറ്റ് ഷോൺ ഈസ് ആസ് പെർ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആസ് എക്സാമ്പിൾ ഫോർ എഞ്ചിനീയറിംഗ് കമ്പോണന്റ് ഡ്രോയിങ്സ്. ഓക്കെ, ദ BOM in the form of tabular columns has a component marked with item number and its name is given under description and number of is mentioned under quantity. അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വിത്ത് റെഫറൻസ് ഡ്രോയിങ്, ദാറ്റ് ഈസ് സബ് അസംബ്ലി ഓർ പാർട്ട് ഡയമെൻഷൻ ഡ്രോയിങ് നമ്പർ. അതാണ് നമ്മൾ റെഫറൻസ് നമ്പറിൽ സബ് അസംബ്ലിൻ്റെയോ അല്ലെങ്കിൽ പാർട്ട് ഡ്രോയിങ്ങിൻ്റെ നമ്പർ അവിടെ കൊടുക്കാം. മെറ്റീരിയൽ ഡെസിഗ്നേഷൻ ആസ് പെർ കോഡ് ഓഫ് പ്രാക്ടീസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഇസ് മെൻഷൻഡ് ആൻഡ് എനി അതർ സ്പെസിഫിക് നോട്ട്സ് ആർ ഗിവൺ അണ്ടർ റിമാർക്സ് കോളം എന്നുള്ളതാണ്. അതായത് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ഏത് മെറ്റീരിയൽ ആണ് എന്നുള്ളത് അതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയും. BOM is placed on the manufacturing drawing containing with assembly and parts in standard sheet sizes of engineering drawing. അതായത് മാനുഫാക്ചറിങ് ഡ്രോയിങ് ഉണ്ടാവും അസംബ്ലി. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഷീറ്റിൽ നമ്മൾ സാധാരണ ഡ്രോയിങ്സ് ഒക്കെ പാർട്സ് ഒക്കെ വരയ്ക്കുമല്ലോ, അതൊക്കെ നമ്മൾ ഈ ബിൽ ഓഫ് മെറ്റീരിയൽസിനോടൊപ്പം തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ്. അടുത്തത് നമുക്ക് സൈക്കിൾ ടൈം എന്താണെന്ന് നോക്കാം. സൈക്കിൾ ടൈം ഇസ് ദ ടോട്ടൽ ടൈം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദ പ്രോസസ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു റോ മെറ്റീരിയലിനെ ഒരു ഫിനിഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുമ്പോൾ അതിന് എടുക്കുന്ന മൊത്തം സമയം, ടോട്ടൽ ടൈമിനെയാണ് തുടക്കം തൊട്ട് അവസാനം വരെ എടുക്കുന്ന ടോട്ടൽ ടൈമിന് സൈക്കിൾ ടൈം പറയും. സൈക്കിൾ ടൈം ഇൻക്ലൂഡ്സ് പ്രോസസ് ടൈം ഡ്യൂറിംഗ് വിച്ച് എ റോ മെറ്റീരിയൽ വർക്ക്ഡ് വിത്ത് ടു ബ്രിങ് ഇറ്റ് ക്ലോസർ റിക്വയർഡ് ഫോം ഔട്ട്പുട്ട് ആൻഡ് ഡിലേ ടൈം ഡ്യൂറിംഗ് വിച്ച് ദ വർക്ക് ഈസ് വെയിറ്റിംഗ് ഫോർ ഓപ്പറേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് മെഷീൻ ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റോ മെറ്റീരിയൽ ആദ്യം നമ്മൾ ലെയ്ത്ത് മെഷീനിൽ കൊടുക്കുന്നു, അതിനുശേഷം ഡ്രില്ലിംഗ് മെഷീനിൽ കൊടുക്കുന്നു. അപ്പോൾ രണ്ട് ഓപ്പറേഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കിട്ടുന്നു എന്ന് വെക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൽ
ഇപ്പോൾ നമ്മൾ 3 പ്രോഡക്റ്റ് അങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളുടെ ലെയ്ത്ത് മെഷീനിലാണെങ്കിൽ ആ ലെയ്ത്ത് മെഷീൻ ആ ഒരു പ്രൊഡക്റ്റിന് കംപ്ലീറ്റ് ലെയ്ത്ത് ഓപ്പറേഷൻ കഴിയുന്നത് വരെ ബാക്കിയുള്ള 2 റോ മെറ്റീരിയൽസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ടൈം ഉണ്ട് അല്ലേ. അതിനുശേഷം ഇവിടെ ലെയ്ത്ത് ഓപ്പറേഷൻ ഫസ്റ്റ് റോ മെറ്റീരിയലിൻ്റെ ലെയ്ത്ത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ഡ്രില്ലിംഗ് മെഷീനിലേക്കാണ്. ഇനി ഡ്രില്ലിംഗ് മെഷീനിൽ ഈ റോ മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ലെയ്ത്ത് മെഷീന് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ആ ലെയ്ത്ത് മെഷീനിലേക്ക് രണ്ടാമത്തെ റോ മെറ്റീരിയൽ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ലെയ്ത്തും വർക്ക് ചെയ്യും, ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യും. പക്ഷേ ഡ്രില്ലിംഗ് മെഷീനിൽ ഫസ്റ്റത്തെ റോ മെറ്റീരിയലും ലെയ്ത്ത് മെഷീനിൽ സെക്കൻഡത്തെ റോ മെറ്റീരിയലും. അപ്പോൾ ഈ ഡ്രില്ലിംഗ് മെഷീനിൽ വർക്ക് കഴിയുമ്പോൾ എന്താവും, ഈ ഡ്രില്ലിംഗ് മെഷീനിൽ കൂടുതൽ സമയമാണെങ്കിൽ എന്താണ് ഈ ലെയ്ത്ത് ഓപ്പറേഷൻ സെക്കൻഡ് റോ മെറ്റീരിയൽ ലെയ്ത്ത് ഓപ്പറേഷൻ കഴിഞ്ഞാലും ഈ സെക്കൻഡ് മെറ്റീരിയൽ ലെയ്ത്തിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഈ ഡ്രില്ലിംഗ് മെഷീന് ഒഴിവായി കിട്ടുന്നത് വരെയും അത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമും അതേപോലെ ഈ മെഷീനിൽ വർക്ക് ചെയ്യുന്ന ആ ടൈമും അതിന് പ്രോസസ് ടൈം പറയും, ഇതിന് വെയിറ്റിംഗ് ടൈം പറയും. അതൊക്കെ എല്ലാം കൂടി ചേർന്നത് മാത്രമാണ് നമ്മൾ സൈക്കിൾ ടൈം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഡ്രില്ലിംഗ് മെഷീനിൽ ഫസ്റ്റത്തെ റോ മെറ്റീരിയൽ കഴിഞ്ഞ ഉടനെ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതിന് ഫസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ ഇനി സെക്കൻഡ് റോ മെറ്റീരിയൽ എന്തായി പിന്നെ അത് ഡ്രില്ലിംഗ് മെഷീനിലോട്ട് വരുമ്പോൾ ഡ്രില്ലിംഗ് മെഷീനിൽ കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് പ്രോഡക്റ്റായി. അങ്ങനെ 3 പ്രോഡക്റ്റുകൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഇത് ഒരു ഉദാഹരണം മാത്രം. ഇനി the time taken to perform one operation repeatedly measured from start to start, the starting point of one product's processing in a specified machine or operation until the start of another similar product's processing in the same machine or process. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രോസസ്സ് തന്നെ ഒരുപാട് പ്രോഡക്ട്സിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് വരെയും ഓരോ പ്രോഡക്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. സൈക്കിൾ ടൈം ഈസ് കോമൺലി കാറ്റഗറൈസ്ഡ് ഇൻ ടു സെയിം മെഷീൻ ഓർ പ്രോസസ് എന്ന് പറയാം. അപ്പോൾ സാധാരണ രീതിയിൽ ഒരേ മെഷീനിൽ മാത്രമാണ് ഈ സൈക്കിൾ ടൈം എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ കൂടുതൽ മെഷീൻ ആണെങ്കിൽ സൈക്കിൾ ടൈം എന്നുള്ളത് നമുക്ക് അധികം നമുക്ക് ഉപയോഗിക്കുന്നതല്ല എന്നുള്ളത്. ഓക്കെ, അടുത്തത് മെഷീൻ സൈക്കിൾ ടൈം. ദ പ്രോസസ്സിംഗ് ടൈം ഓഫ് ദ മെഷീൻ വർക്കിംഗ് ഓൺ എ പാർട്ട്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ ലെയ്ത്ത് മെഷീൻ ആണെങ്കിൽ ലെയ്ത്ത് മെഷീനിൽ ആ എടുക്കുന്ന സമയം അതിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ ടൈമിൽ. അപ്പം ലെയ്ത്ത് മെഷീനിൽ ഒരു സൈക്കിൾ ടൈം ഉണ്ടാവും. അടുത്ത ഡ്രില്ലിംഗ് ആണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനിൽ ഒരു സൈക്കിൾ ടൈം ഉണ്ടാവും. ഇനി ഓട്ടോ സൈക്കിൾ ടൈം, ദ ടൈം എ മെഷീൻ റൺസ് അൺഎയ്ഡഡ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് മാനുവൽ ഇൻ്റർവെൻഷൻ. അതായത് ഇപ്പോൾ നമ്മളുടെ ഇൻ്റർവെൻഷൻ അല്ലാതെ ഇപ്പോൾ നമ്മൾ എടുത്തു വയ്ക്കാൻ ഒരു സമയമെടുക്കും ലെയ്ത്തിലേക്ക്. അതിനുശേഷം ലെയ്ത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചെടുത്ത് വെക്കാൻ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു സമയമെടുക്കും. അതൊന്നും നമ്മൾ കൂട്ടാതെ മെഷീനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മെഷീൻ റൺ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സമയം മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഓട്ടോ സൈക്കിൾ ടൈം എന്ന് കിട്ടും. അതിന് ഓട്ടോമാറ്റിക്കലി എന്നാണ് ഉദ്ദേശിച്ചത്. മെഷീൻ സൈക്കിൾ ടൈമിലാണെങ്കിൽ നമ്മൾ വെക്കുന്നതും നമ്മൾ എടുക്കുന്നതും അതേപോലെ മെഷീൻ്റെയും എല്ലാത്തിനും സമയം ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ വെക്കുന്നത് എടുക്കുന്നത് മാത്രം ഒഴിവാക്കുക, ബാക്കിയുള്ള സമയമാണ് ഓട്ടോ സൈക്കിൾ ടൈം. ഇനി ഓവറോൾ സൈക്കിൾ ടൈം, ദ കംപ്ലീറ്റ് ടൈം ഇറ്റ് ടേക്സ് ടു പ്രൊഡ്യൂസ് എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടോട്ടൽ ടൈമിന് ഓവറോൾ എന്ന് പറയാം, ഓവറോൾ സൈക്കിൾ ടൈം പറയാം. ദിസ് ടൈം ഈസ് ജനറലി യൂസ്ഡ് വെൻ സ്പീക്കിംഗ് ഓഫ് എ സിംഗിൾ മെഷീൻ ഓർ പ്രോസസ് എന്നുള്ളത്. അപ്പോൾ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെയോ പറയുമ്പോൾ മാത്രമാണ് ഈ ടേം നമ്മൾ പറഞ്ഞിരുന്നു സൈക്കിൾ ടൈം അല്ലെങ്കിൽ ഓവറോൾ സൈക്കിൾ ടൈം ഒക്കെ ഒരു മെഷീനോ ഒരു പ്രോസസ്സിനോ മാത്രമായിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ പറയാം. ഓക്കെ, അതായത് ലെയ്ത്ത് മാത്രമായിട്ട് നമ്മൾ പറയും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ മാത്രമായിട്ട് പറയും, അങ്ങനെയാണ്. The total cycle time നോക്കാം. This includes all machines, processes and classes of cycle time through which a product must pass to become a finished product. This is not lead time, but it does help in determining it. അതായത് ഇപ്പോൾ ടോട്ടൽ സൈക്കിൾ ടൈം ആണ് നമ്മളുടെ എല്ലാ മെഷീനുകളും. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞിരുന്നു ലെയ്ത്തും ഡ്രില്ലിംഗ് മെഷീനും. അപ്പോൾ ലെയ്ത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പറയുമ്പോൾ നമ്മൾ ഓവറോൾ സൈക്കിൾ ടൈം പറയും. ലെയ്ത്തും ഡ്രില്ലിംഗ് മെഷീനും ഒരുമിച്ച് എല്ലാം കൂടി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ടോട്ടൽ സൈക്കിൾ ടൈം എന്ന് പറയും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇനി ലീഡ് ടൈം പറയുമ്പോൾ നമ്മൾ ഒരു പാട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഓർഡർ
പ്ലേസ് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഓർഡർ കൊടുക്കണം, എന്നാൽ മാത്രമേ ആ ഐറ്റം അവർ തരുള്ളൂ. അപ്പോൾ ഓർഡർ കൊടുത്തത് മുതൽ ആ ഐറ്റം നമുക്ക് കിട്ടുന്നത് വരെ എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ കൊടുക്കും, അതിനുശേഷം നമുക്ക് ആ ഓർഡർ കൊടുത്ത ഐറ്റംസ് നമുക്ക് ആ കമ്പനി തരും. അപ്പോൾ അതിനിടയിൽ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അത്രയും സമയത്തിനെ നമ്മൾ ലീഡ് ടൈം എന്ന് പറയാം. അപ്പോൾ ലീഡ് ടൈം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോട്ടൽ സൈക്കിൾ ടൈം തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട് ടു മെഷർ ആൻഡ് റിവ്യൂ ദ എഫിഷ്യൻസി ഓഫ് എ പേഴ്സൺ, മെഷീൻ, ഫാക്ടറി, സിസ്റ്റം എക്സെട്ര ഇൻ കൺവേർട്ടിംഗ് ഇൻപുട്സ് ഇൻ ടു യൂസ്ഫുൾ ഔട്ട്പുട്ട്സ്. അതായത് ഒരു ആളുടെയോ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേബറുടെയോ, അല്ലെങ്കിൽ അവിടുത്തെ മെഷീനിൻ്റെയോ, ഫാക്ടറിയുടെയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെയോ എഫിഷ്യൻസിനെ നമ്മൾ മനസ്സിലാക്കാനോ അളക്കാനോ ആണ് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മുൻപത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇൻപുട്സ് പറയുമ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മോട്ടറിൻ്റെ എഫിഷ്യൻസി എന്താണ്? ആ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു പവർ തരും. നമ്മൾ കൊടുക്കുന്നത് കറണ്ടാണ്, ഇലക്ട്രിക്കൽ പവറാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ടാണ്. അപ്പോൾ കുറച്ച് ഇലക്ട്രിക്കൽ പവറിൽ കൂടുതൽ അതിന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ആ മോട്ടർ കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാം. അതുപോലെയാണ് ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട്. നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ കുറച്ച് റോ മെറ്റീരിയൽസ് മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് അങ്ങനെ ഇൻപുട്സിനെ നമ്മൾ കുറച്ചിട്ട് ഔട്ട്പുട്സിനെ കൂട്ടാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഫാക്ടറി കൂടുതൽ എഫിഷ്യൻ്റ് ആണ് പറയാം. കൂടുതൽ എഫിഷ്യൻ്റ് ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി നൽകുന്നുണ്ട് എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ഡിവൈഡിങ് ആവറേജ് ഔട്ട്പുട്ട് പെർ പീരീഡ് ബൈ ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓർ റിസോഴ്സസ്, അതായത് ക്യാപിറ്റൽ, എനർജി, മെറ്റീരിയൽ, പേഴ്സണൽ കൺസ്യൂംഡ് ഇൻ ദാറ്റ് പീരീഡ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? എഫിഷ്യൻസി പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് ആവറേജ് ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടുന്നു. ഇപ്പോൾ ഒരു പീരീഡ് എടുക്കണം, ഒരു വർഷം എന്നുള്ളതാണ് ഒരു പീരീഡ് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, ആ ഒരു വർഷത്തിൽ എത്ര പ്രോഡക്റ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ഡിവൈഡഡ് ബൈ ആ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം ചിലവാക്കി അല്ലേ? അതിൽ കറണ്ട് ആവശ്യമായിട്ടുണ്ട് മെഷീൻ റൺ ചെയ്യാനായിട്ട്, അവിടെ ലേബേഴ്സിന് നമ്മൾ ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതേപോലെ അവിടെ മെയിൻ്റനൻസ്, റിപ്പയർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടാവും. അതേപോലെ ആ ഫാക്ടറി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടാവും. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ വാഹനങ്ങൾ, റോ മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാഹനങ്ങൾ, അതിൻ്റെ വാടക, അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള എല്ലാ കോസ്റ്റുകളും നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ വെക്കും. ഓക്കെ, മുകളിൽ വെക്കുന്നത് എന്താണ്? ന്യൂമറേറ്ററിൽ നമ്മൾ ഔട്ട്പുട്ട്, എത്ര പ്രോഡക്റ്റ്സ് നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? എഫിഷ്യൻസിയാണ് അല്ലേ? എഫിഷ്യൻസിയാണ് അഥവാ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അത് നമുക്ക് ഇപ്പോൾ 80% അല്ലെങ്കിൽ 70% എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കണക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്ടിവിറ്റി റിപ്പോർട്ട്. ദ ബേസ് ഡോക്യുമെന്റ് ഡെയിലി പ്രൊഡക്ഷൻ റിപ്പോർട്ട് which reveals the actual output against the target plan and on investment cost incurred as mentioned above decides the cost efficiency. അതായത് ഡെയിലി പ്രൊഡക്ഷൻ റിപ്പോർട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ അതിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ടാർജറ്റ് ഉണ്ടാവും. നമ്മൾ ഇത്രണ്ണം വേണമെന്ന് പറയും, പക്ഷെ ചിലപ്പോൾ അത്രയും നമുക്ക് എത്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി പ്രൊഡക്ഷൻ സൈക്കിൾ ടൈമിൻ്റെ ഒരു ഫോർമാറ്റും ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സെക്ഷൻ, പ്രോസസ്, അങ്ങനെ കാര്യങ്ങൾ. മെഷീൻ സൈക്കിൾ ടൈം, ഒബ്സർവ്ഡ് ടൈംസ്, ലോവസ്റ്റ് റിപ്പീറ്റബിൾ, ഓപ്പറേറ്റർ സീക്വൻസ് പറയുമ്പോൾ നമ്പർ. അപ്പോൾ ആദ്യം 4ാമത്തെ ഓപ്പറേറ്റ് ചെയ്യണം, പിന്നെ 1ാമത്തെ, പിന്നെ 3ാമത്തെ, അങ്ങനെ നമ്പർ. അതെടുക്കുന്ന സമയം ഒബ്സർവ്ഡ് ടൈംസിൽ എഴുതാം. പിന്നെ ലോവസ്റ്റ് റിപ്പീറ്റബിൾ എന്ന് പറയുമ്പോൾ
റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളിൽ ഏറ്റവും കുറവ് ഇത് കുറച്ച് മാത്രമേ നമുക്ക് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ മാർക്ക് ചെയ്യാൻ കഴിയും. This format 3 should contain mention in the organization name, department or section name. അതാണ് നമ്മൾ കണ്ടിരുന്നത്. The process which is being observed for analyzing the cycle time is mentioned. അല്ലെ, അപ്പോൾ സൈക്കിൾ ടൈം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രോസസ്സാണ് എന്ന് ആദ്യം നമ്മൾ അവിടെ എഴുതണം. വിത്ത് ലൈൻ ഇൻ ചാർജ് നെയിം, ഓക്കെ, ആരാണ് അതിന് ചാർജുള്ള അവരുടെ പേര് എഴുതണം, ഡേറ്റ് ടൈം ഒക്കെ എഴുതി. വിത്ത് ഓപ്പറേറ്റർ നെയിം ഈസ് ഇൻഡിക്കേറ്റഡ്. ഇത് ടൈം ഒബ്സർവേഷൻ ഓൺ ഈച്ച് ഓപ്പറേഷൻ, എത്ര ഓരോ ഓപ്പറേഷനുള്ള ടൈം. സീക്വൻസ് നോട്ടഡ് ഇൻ ദ കോളം ആൻഡ് ലോവസ്റ്റ് റിപ്പീറ്റബിൾ ഈസ് ഓൾസോ മെൻഷൻ. ദ ടൈംസ് ഒബ്സർവേഷൻ ഫോർ മെഷീൻ സൈക്കിൾ ടൈം ഈസ് ഓൾസോ നോട്ടഡ് വിത്ത് എനി നോട്ട്സ് ബി റെക്കോർഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഓപ്പറേഷൻസ് ഇൻ സീക്വൻസ്. അതൊക്കെ നമ്മൾ കണ്ടിട്ട് ഡെയിലി പ്രൊഡക്ഷൻ റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഇത് ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ജസ്റ്റ് അതിൽ നമുക്ക് കാണാം ജോബ് ഓർഡർ നമ്പർ, ക്വാണ്ടിറ്റി, ഇപ്പുറത്തെ പ്രോസസ് 1 2 3 4, ക്വാളിറ്റി കൺട്രോൾ, പാക്കിംഗ്. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ അതിൽ പ്ലാൻ ചെയ്യുന്നത് ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. ഇപ്പോൾ 100 പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ 95 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് എഴുതാം. ഒരു ദിവസം ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The output of production is shown in the format referring the job order number, quantity, material and size. Every process involved to produce a component, quality control, packing should contain the details of planned quantity and produced quantities recorded in the document. This is the base details for arriving the productivity report. നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The incurred cost is worked out considering infrastructure, raw materials and facilities. അതായത് നമുക്ക് വന്നിട്ടുള്ള ചെലവുകൾ കണക്കാക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ബിൽഡിങ്ങിന്റെ ചെലവ്, റോ മെറ്റീരിയൽസിന്റെ ചെലവ്, അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻസ്, മറ്റ് ഫെസിലിറ്റീസിന്റെ ചെലവ് എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അടുത്തത് മാനുഫാക്ചറിങ് സ്റ്റേജ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാം പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിച്ചതിന് ശേഷം അതിന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾക്ക് വേണ്ടത് ഡേറ്റ്, പ്രോഡക്റ്റ് ID കോഡ്, പിന്നെ കസ്റ്റമർ, പ്രോഡക്റ്റ് ഓർഡർ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ നമ്പർ ആൻഡ് ഡേറ്റ്, ജോബ് ഓർഡർ നമ്പർ, ജോബ് ഓർഡർ ഡേറ്റ്, പ്രോസസ്, ക്വാണ്ടിറ്റി, ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നൊക്കെ എഴുതാം. അത് നമ്മളിപ്പോൾ ഒരു സാമ്പിൾ എടുക്കുകയാണ്, കുറച്ച് സാമ്പിൾ, അപ്പോൾ 1000 പ്രോഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ 1000 എണ്ണം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് റാൻഡം ആയിട്ട് ഒരു 5 എണ്ണം അല്ലെങ്കിൽ ഒരു 10 എണ്ണം നമ്മൾ അതൊന്ന് എടുത്തിട്ട് അതിന് ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തിൽ ഈ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ 10 എണ്ണത്തിൽ ഇപ്പോൾ 9 എണ്ണം ആക്സെപ്റ്റ് ചെയ്തു, ഒരെണ്ണം മാത്രം നമ്മൾ അതിൽ ഫോൾട്ട് ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മൾ ആ ടോട്ടൽ 1000 പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാൻ നമുക്ക് റെഡിയായി. അപ്പോൾ ഇൻസ്പെക്ഷൻ ഓക്കെ ആയി പറയാം. ഒരെണ്ണം മാത്രമേ സാമ്പിളിൽ ഫോൾട്ട് ഉള്ളൂ, മിസ്റ്റേക്ക് ഉള്ളതുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ 10 എണ്ണത്തിൽ 2 എണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളത്, ബാക്കി 8 എണ്ണമും നമുക്ക് ഫോൾട്ട് ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ ആ 1000 പിന്നെ കൂടുതൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. The format 5 is to monitor the production in various stages for which manufacturing stage inspection conducted for documentation to review the productivity എന്നുള്ളതാണ്. യെസ്, പ്രൊഡക്ടിവിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ മുൻപ് ഫോർമാറ്റ് 5 കണ്ടത്. The format gives the details of product being inspected, showing the details of customer reference by purchase order number and date, job order number and date, process involved in manufacture of product, the quality submitted for inspection. എല്ലാം നമ്മൾ ആ ചാർട്ടിൽ കണ്ടിരുന്നു. The accepted and rejected quality recorded with inspection record review date and the inspection person signature who conducted the stage inspection is recorded date wise for mentioned or specified product period with start and end dates. എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ചാർട്ടിൽ ഉള്ളതാണ്. ജസ്റ്റ് അത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് നോക്കി, ഡോക്യുമെന്റേഷൻസിന്റെ കാര്യങ്ങൾ, അതിന്റെ വിവിധ തരം ഡോക്യുമെന്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.
Thanks for watching the channel.